നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ വാർ റൂമുകൾ വിവിധ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് സമയത്തോടനുബന്ധിച്ച് തുറക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നതും സജീവമാണ്. കോൺഗ്രസിൻ്റെ വാർ റൂമിൻ്റെ കൃത്യമായ കടിഞ്ഞാൺ സുനിൽ കനകോലുവിൻ്റെ ഭാഗത്ത് തന്നെയാണ് ഉള്ളത്. എന്നാൽ മുതിർന്ന പല ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റുകളുടെയും ശക്തമായ ആരോപണവും അവരുടെ പ്രധാനപ്പെട്ട അവരുടെ നിർദ്ദേശങ്ങളും അത് മുഖവിലയ്ക്ക് എടുത്തുകൊണ്ടുള്ള നീക്കമാണ് കനകോലു ഇത്തവണ പയറ്റുന്നത്. കഴിഞ്ഞ ഏതാനും ചില തെരഞ്ഞെടുപ്പുകളിൽ എങ്ങനെയാണ് കോൺഗ്രസ്സിന് അമളി പറ്റിയത്? കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ആത്മവിശ്വാസം എവിടെയാണ് കാലിടറിയത്? ജയത്തിൻ്റെ വക്കിലെത്തിയ ഹരിയാനയിൽ എങ്ങനെയാണ് ഭരണം നഷ്ടപ്പെട്ടത്? ഏതൊക്കെ കള്ളക്കളിയാണ് BJP നടത്തുന്നത്? ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളെ അതിജീവിക്കാൻ കഴിയണമെങ്കിൽ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ചില പാഠങ്ങൾ കൂടി വീണ്ടും അത് ഈ നിയമസഭകളിൽ കൃത്യമായി അതിന് ചലിപ്പിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഇംപ്ലിമെൻറ്റേഷൻ ആവശ്യമാണ്. പ്രിയങ്ക ഗാന്ധി നേരിട്ട് കനകോലുവിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് MLA ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. എന്നാൽ മാത്രമേ രാജ്യസഭാ പ്രാതിനിധ്യം ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 സംസ്ഥാനങ്ങൾ, ഈ സംസ്ഥാനങ്ങളിൽ നിന്നും MP പ്രാതിനിധ്യം രാജ്യസഭയിൽ ഉണ്ടാകണം എന്ന ശക്തമായ ആഗ്രഹം ICC നേതൃത്വം പ്രകടിപ്പിക്കുകയാണ്. അതിനുതകുന്ന രീതിയിൽ MP സൃഷ്ടിക്കണമെങ്കിൽ ആനുപാതികമായി MLA ജയം ഉണ്ടായാൽ മാത്രമേ അത്ര തോതിൽ വർദ്ധിച്ച് പിന്തുണ വരികയുള്ളൂ. അതിന് സാധ്യമായ രീതികൾ അവലംബിക്കണം. അസാമിൽ, കേരളത്തിൽ ഈ 2 സംസ്ഥാനങ്ങളിലും ഭരണത്തിൽ എത്താൻ കഴിയുന്ന ഒരു ഗ്രൗണ്ട് റിയാലിറ്റിയാണ്, സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഒരുങ്ങി നിൽക്കുന്നത്. അതിൽ അസാമിനെ സംബന്ധിച്ചിടത്തോളം ഹിമന്ത ബിശ്വാസിൻ്റെ എല്ലാ കുപ്രചരണങ്ങളെയും അതുപോലെ തന്നെ പൗരത്വ നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മറ്റു വഴിയിലൂടെ SIR നടപടികൾ അതുപോലെ തന്നെ മറ്റ് ഉദ്യോഗ തലത്തിലുള്ള അഴിമതിയിലൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന പല ഏടുകളെയും പൊളിച്ചെടുക്കേണ്ടതായി ഉണ്ട്. കേരളത്തിലാണെങ്കിൽ കോൺഗ്രസിന് അധികാരം ഉറപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം കൂടിയാണ്. അത്രയ്ക്ക് ഭരിച്ചു തുലച്ചിരിക്കുകയാണ്. ഇതിനേക്കാൾ ഉപരിയായി സഖ്യം ചേരാൻ കഴിഞ്ഞാലും ഇല്ലെങ്കിലും ബംഗാളിൽ മുന്നേറ്റം ഉണ്ടാക്കേണ്ടത് തീർച്ചയായും കോൺഗ്രസിൻ്റെ നിലനിൽപ്പിന് തന്നെ ആവശ്യമാണ്. ഇടതുമുന്നണിയുമായുള്ള കൂട്ടുകെട്ട് എന്നേക്കുമായി അവസാനിപ്പിച്ചത് അതിൻ്റെ ഭാഗമാണ്. അത് കനകോലുവിൻ്റെ ഡിസിഷൻ അല്ലെങ്കിൽ കനകോലുവിൻ്റെ നിർദ്ദേശം കോൺഗ്രസ് നേതൃത്വം വലിയ ആലോചനയൊന്നും നടത്താതെ തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്തതാണ്. അതൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് ചെയ്തതാണ്. അത് ഫലത്തിൽ MP സൃഷ്ടിച്ചെടുക്കുന്നതിൽ ഫലത്തിൽ അത് പ്രായോഗികമായി വിജയിപ്പിക്കണം എന്ന ഏറ്റവും വലിയ ടാസ്ക്കാണ് കനകോലുവിൻ്റെ മുന്നിലുള്ളത്.